ഞാൻ ആരോമൽ എസ് നായർ. ഞാൻ AFMCയിലെ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് AFMC വേണമെന്നുള്ളൊരു മോഹമുള്ളവർ കാണും. അപ്പോൾ അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. NDA എക്സാം എഴുതണോ AFMCക്കെന്ന്. അങ്ങനെ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ക്ലാരിറ്റി തരികയാണ്. AFMC അഡ്മിഷൻ പ്രൊസീജിയർ 1000 മാർക്കിനാണ്. 720 മാർക്സ് നീറ്റ്, 200 മാർക്സ് ഇൻ്റർവ്യൂ, 80 മാർക്സ് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് എക്സാം. ആ ഇംഗ്ലീഷ് എക്സാം ഒഴിവാക്കുക, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇൻ്റർവ്യൂ നീറ്റിന് വേണ്ടി നിങ്ങൾ ഇത് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഭാഗം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളിപ്പോഴാണ് കാണുന്നതെങ്കിൽ 650+ മാർക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ സമയത്ത് 620 ആയിരുന്നു. അപ്പോൾ അത് എക്സാം ഈസി ആവുന്നതിനനുസരിച്ച് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അത് മാറും. ഒരു 650+ വാങ്ങിയ നിങ്ങളുടെ ചാൻസസ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കാനുള്ളത് വളരെ കൂടുതലാണ്. ഇനി ഇൻ്റർവ്യൂവിന് വിളിച്ച ശേഷം ഇൻ്റർവ്യൂ വെറും 2 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണ്, 2-3 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ. അതിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അറ്റയർ, നിങ്ങൾ സ്മാർട്ടായിട്ടാണോ ഡ്രസ്സ് ചെയ്തേക്കുന്നത്, നിങ്ങളൊരു കോട്ട്, നിങ്ങളൊരു മിലിറ്ററി കട്ട്, നിങ്ങളൊരു ക്ലീൻ ഷേവ് ആയിട്ടാണോ പോയിരിക്കുന്നത്, നിങ്ങളുടെ അവിടെ പോയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത്, അതൊക്കെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഇൻ്റർവ്യൂവിൽ. കന്യാകുമാരിക്ക് എന്തുകൊണ്ടാണ് കന്യാകുമാരി എന്ന് പേര് വന്ന്. ഞാൻ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല, എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഉത്തരം അറിയത്തില്ല. പക്ഷേ ഞാനൊരു AFMC സ്റ്റുഡൻ്റ് ആണ്. കാരണം കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ സർ, അത് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ അന്നേരം കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം ചെയ്തു. ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വിചാരിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ നീറ്റിൽ നിങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മാക്സിമം മാർക്ക്, നിങ്ങൾ എത്ര മാർക്ക് ഇവിടെ വാങ്ങുന്നോ അത്രയും മാർക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് കളയാം. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, അതായത് ഒരു ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി താടിയൊക്കെ വടിച്ചിട്ട് വൃത്തിക്ക് പോകണ്ട. പക്ഷേ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഷർട്ട് ഇൻഷർട്ട് ചെയ്യാതെ താടി വെച്ച് ഇൻ്റർവ്യൂവിന് പോയിട്ട് പോലും അവന് AFMC സെലക്ഷൻ കിട്ടി. കാരണം അവൻ്റെ മാർക്ക് 685 എങ്ങാണ്ടായിരുന്നു. അപ്പം മാർക്ക് എത്ര വാങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് ചാൻസ് കൂടുകയാണ്. ഇതൊരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ല. നിങ്ങൾക്ക് 700+ വാങ്ങണമെന്നൊരു മെൻ്റൽ ടെൻഷൻ ഇതിനകത്തില്ല. കാരണം ഇതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കൂടെ വരും ഇൻ്റർവ്യൂവിന്. അപ്പോൾ നിങ്ങളൊരു 650+ വാങ്ങി നിങ്ങളൊരു കോൺഫിഡൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ AFMCയിൽ എന്തായാലും കിട്ടിയിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.